ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മളൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കത് കണ്ടപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എന്താണെന്നൊരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ഭയങ്കര എളുപ്പമാട്ടോ ചെയ്യാൻ, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് പ്ലെയിൻ പോപ്സിക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കളർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ കളർ ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കളേഴ്സ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ കയ്യിൽ ഏത് കളേഴ്സാണ് അവൈലബിൾ അതിനനുസരിച്ച് നമുക്കിത് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഇങ്ങനെ ടോട്ടൽ 24 പോപ്സിക്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 4 കളേഴ്സ് അങ്ങ് കൊടുക്കുകയാണ്. അതിൽ പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഒരു ഗോൾഡൻ യെല്ലോ ഉണ്ട്, പിന്നെ ഒരു ഗ്രീനും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ കളർ ചെയ്തപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ ബ്ലാങ്ക് ആക്കി ഇട്ടേക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ആ പോർഷൻ നമുക്ക് സ്റ്റിക്ക് ചെയ്യേണ്ട ആ പോർഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ ചുമ്മാ പെയിൻറ്റ് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ആ പോർഷൻ ഞങ്ങൾ ബ്ലാങ്ക് ആയിട്ടേ കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഐറ്റത്തിൻ്റെ സൈസിനനുസരിച്ചാണ് പോപ്സിക്കിൾ സെലക്ട് ചെയ്തത്. അപ്പം നിങ്ങളുടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിൻ്റെത് വലിപ്പം കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് പോപ്സിക്കിളിൻ്റെ എണ്ണം കൂട്ടും കുറക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ പോപ്സിക്കിളും നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ ഓക്കെ, ഓൾമോസ്റ്റ് സെറ്റായിട്ടോ. ഇതിൽ 2 കളേഴ്സ് കുറച്ച് ഷൈനിങ് ഉള്ളതാണ്, ആ ഒരു ഗോൾഡൻ യെല്ലോയും ഗ്രീനും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഞാനിതിൽ കുറച്ച് കോഡ്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡിസൈൻസൊക്കെ അപ്ലൈ ചെയ്യാം. ഞാൻ അപ്പോൾ കോഡ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമ്മളിത് ഏത് ഓർഡറിലാണോ വെക്കുന്നത് ആ ഓർഡറിൽ വെക്കുക. എന്നിട്ടൊരു ഞാനിപ്പോൾ ഇവിടെ ഒരു മാർക്കർ പെൻ ഉപയോഗിച്ചിട്ട് ഒരു റഫായിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് മുകളിൽ ഞാൻ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ഒന്ന് കളറ് തിക്നെസ് കൂട്ടി കൊടുക്കുക ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടെ എളുപ്പമായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല കളേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് നല്ല തിക്ക് കളേഴ്സ് ഉള്ളതുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ എളുപ്പം. അപ്പോൾ എല്ലാതും അങ്ങ് കോട്ടിങ്സൊക്കെ ഒന്ന് എഴുതിയെടുക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ 2 വശത്തും നമുക്ക് കോട്ട്സ് എഴുതാൻ പറ്റും. ഞാനിപ്പോൾ ഒരു വശത്തേ ചെയ്യുന്നുള്ളൂ. ഇപ്പം അതെല്ലാം ഓക്കെ ആയിട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഞാനിപ്പോൾ ഇവിടെ ജൂട്ടാണ് എടുത്തിട്ടുള്ളത്. ജൂട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാൽ പോലും അത്യാവശ്യം കുറച്ച് കട്ടിയൊക്കെ ഉള്ളൊരു നൂലാവുമ്പോൾ അത്രയും നന്നായിരിക്കും. അപ്പോൾ അത് ഇങ്ങനെ വെക്കുക. നമ്മൾ എത്രയാണോ സൈസിന് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് 2ആയിട്ട് മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, ഭയങ്കര ഈസിയാണേ. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഗമ്മാണ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഇത് പറ്റില്ല ഞാൻ പറയുന്നില്ല, ഗ്ലൂ ഗണ്ണാകുമ്പോൾ, കാരണം നമ്മളുടെ പരിപാടി എളുപ്പമായിരിക്കും കേട്ടോ. ഇതാവുമ്പോൾ നമ്മൾ കുറച്ച് സമയം അങ്ങ് വെയിറ്റ് ചെയ്യേണ്ടി വരും, അത് കറക്റ്റായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാത്ത വേറെ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ഫസ്റ്റത്തെ നമ്മൾ വെച്ച് കഴിഞ്ഞു. പിന്നെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്ത ലെയർ വെക്കുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം കണ്ടോ, എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഏകദേശം പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ലാസ്റ്റ് ഫൈനൽ ടച്ചിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള നൂലില്ലേ, ആ അറ്റത്ത് ഞാൻ കുറച്ച് മുത്തുകൾ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ വേണമെങ്കിൽ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള ഫെതേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ആക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് വുഡൻ മുത്തുകളുണ്ട്, അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. അത് വെച്ചിട്ട് അറ്റത്തങ്ങ് നമുക്ക് കെട്ടി ചെയ്തിട്ട് കൊടുക്കാം.
ഇപ്പം നമ്മുടെ ടോട്ടൽ മൊത്തത്തിൽ ഇതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ ഭയങ്കര സിമ്പിളാണ്. ബാക്കിയുള്ള പോർഷൻ ഞങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇപ്പം കണ്ടോ എല്ലാം ഓക്കെ ആയി. ഇതുപോലെ ഞാൻ ചെയ്ത വേറെ ഒന്നാണിത്. ഇതിൽ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതിലേതാ ഭംഗിയെന്ന്. എനിക്ക് തോന്നുന്നു ഇതാണ് ഒന്നും കൂടെ ഭംഗിയെന്ന്. നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.